ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കരളൊന്നു പിടഞ്ഞാൽ അവനറിയും, തൻ്റെ വചനം പകർന്നെന്നെ ഉണർത്തും. നല്ല സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തു പരസ്യശുശ്രൂഷ ചെയ്തത് 3.5 വർഷമായിരുന്നു, അല്ലേ? 3.5 വർഷം. എന്നാൽ ലോകമഹാന്മാർ പലരും ജീവിച്ചിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. സോക്രട്ടീസ് 40 വർഷം പ്രവർത്തിച്ചു. വലിയ തത്വജ്ഞാനിയായിരുന്നു, ദാർശനികനായിരുന്നു. പ്ലേറ്റോ 50 വർഷം പ്രവർത്തിച്ചു. അദ്ദേഹവും വലിയ ചിന്തകനായിരുന്നു, ദാർശനികൻ. അരിസ്റ്റോട്ടലിൽ 40 വർഷം ജീവിച്ചു. അദ്ദേഹവും അങ്ങനെ തന്നെ, 40 വർഷം. സോക്രട്ടീസ് 40 വർഷം, അരിസ്റ്റോട്ടിൽ 40 വർഷം, പ്ലേറ്റോ 50 വർഷം. പക്ഷേ ഇവർ ജീവിച്ച 130 വർഷത്തിൻ്റെ ജീവിതത്തേക്കാൾ എത്രയോ മഹത്തായ പ്രവർത്തന പദ്ധതിയാണ് 3.5 വർഷം കൊണ്ട് നമ്മുടെ കർത്താവ് നിവർത്തിച്ചത്. 3.5 വർഷം കൊണ്ട്, വെറും 3.5 വർഷം കൊണ്ട്
കർത്താവ് അതും കേവലം ഒരു കൊച്ചു പ്രദേശത്ത് ഒതുങ്ങി, 200 മൈലിനുള്ളിൽ ഒതുങ്ങി പ്രവർത്തിച്ചു. ഇന്നോ ലോകമെങ്ങും യേശുവിൻ്റെ സ്നേഹത്താൽ ത്രസിച്ചു കൊണ്ടിരിക്കുന്നു. ലോകമെങ്ങും വിശ്വാസികൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു. പീഡകളുണ്ടായി, വിശ്വാസികളെ തകർക്കാൻ പീഡകളുണ്ടായി. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളെ നശിപ്പിക്കാൻ പീഡകളുണ്ടായി. വിശ്വാസികളെ ആസകലം ജീവനോടെ വസ്ത്രം ചുറ്റിയിട്ട് എണ്ണി ഒഴിച്ചു, എന്നിട്ട് തീ കത്തിച്ച് പന്തം പോലെ നിർത്തി, ജീവനോടെ പന്തമായി കത്തി. നീറോ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന് മുമ്പിലുള്ളതായ ആ ഉദ്യാനത്തിൽ ഓരോ ഭാഗത്തും ഇങ്ങനെ വിശ്വാസികൾ നിന്ന് കത്തുന്നത് നീറോ ചക്രവർത്തി കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് കണ്ട് രസിച്ചു. ദൈവത്തിന് സ്തോത്രം. ചക്രവർത്തിക്ക് തെറ്റിദ്ധാരണ പറ്റി. ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ അവർ പറയുന്നു മാംസവും രക്തവും ഉൾക്കൊണ്ടെങ്കിലേ ജീവനുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ ചക്രവർത്തി വിചാരിച്ചു ആരെയൊക്കെ കൊന്ന് ഒരു മാംസം തിന്നുകയാണെന്ന്. വിശ്വാസികളെക്കുറിച്ച് നീറോ ചക്രവർത്തി തെറ്റിദ്ധാരണ ഉണ്ടായത്, ആരൊക്കെയോ കൊന്ന് മനുഷ്യൻ്റെ മാംസം തിന്നുകയാണ് ഈ വിശ്വാസികളെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചേറ്റ രക്തങ്ങൾ അവർ സ്വീകരിച്ചത് അത് ചക്രവർത്തിക്ക് മനസ്സിലായില്ല. എന്താണ് തിരുശരീരം, എന്താണ് തിരുരക്തം മനസ്സിലായില്ല. ആരെയോ കൊന്ന് മാംസവും രക്തവും അവർ ആഹരിക്കുകയാണ് എന്ന് വിചാരിച്ചു പോയി. അവരിനി വെച്ചേക്കരുത് തീരുമാനിച്ചു. വിശ്വാസികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി, കൂട്ടത്തോടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സുവിശേഷം കെട്ടുപോയോ? സുവിശേഷം നശിച്ചുപോയോ? ചില കാലങ്ങളിൽ സുവിശേഷം മങ്ങി നിന്നിട്ടുണ്ട്, ശരിയാണ്. ചില വർഷങ്ങളിൽ സുവിശേഷം ഉണർന്ന് ജ്വലിച്ചില്ല, ശരിയാണ്. പക്ഷേ പിന്നെ ഇരട്ടി ശക്തിയോടെ പിന്നെയും ജയിച്ചു, പിന്നെയും വളർന്നു. സുവിശേഷത്തിൻ്റെ വളർച്ച തടയാൻ ഒരു ശക്തിക്കും സാധിച്ചില്ല. നിരീശ്വരനായ വോൾട്ടയർ പ്രസിദ്ധനായ ഒരു നിരീശ്വരനായിരുന്നു, ദൈവവിശ്വാസം ഇല്ലാത്തവനായിരുന്നു. വോൾട്ടയർ ഒരിക്കൽ പറഞ്ഞു, 12 ശിഷ്യന്മാരെ കൊണ്ട് യേശു ക്രിസ്തു ഈ വലിയ വേലയെല്ലാം ചെയ്തു, ഞാൻ ഒരാൾ മതി ഇത് മുഴുവൻ നശിപ്പിക്കാൻ. നോക്കൂ, ഒരു 50 വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ വേദപുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ അതിനുണ്ടായിരിക്കുകയില്ല. ഈ പഴഞ്ച പുസ്തകം ആരും വായിക്കുകയില്ല. വോൾട്ടയർ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ വോൾട്ടയർ എവിടെ ഇരുന്ന് പറഞ്ഞോ? ആ സ്ഥലം ഇന്ന് ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിയുടെ ഗോഡൗണാണ്. പതിനായിരക്കണക്കിന് വേദപുസ്തകങ്ങൾ സംഭരിച്ചിരിക്കുന്ന ഗോഡൗണാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തെ തകർക്കാൻ നോക്കി, ദൈവമക്കളെ തകർക്കാൻ നോക്കി, ദൈവമക്കളെ ഉപദ്രവിക്കാൻ നോക്കി, സുവിശേഷത്തെ തടയാൻ നോക്കി. സാധ്യമല്ല. കാരണം സുവിശേഷത്തിന് പിന്നിൽ നിത്യനായ ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പാപിയെ വീണ്ടെടുക്കുന്ന സ്നേഹം. സഹോദരങ്ങളെ, ഒരവസരത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്, അസാധ്യമെന്നുള്ളത് വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രമുള്ള വാക്കാണെന്ന് പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു യൂറോപ്പ് മുഴുവൻ കീഴടക്കണമെന്ന്. എല്ലാം കീഴടക്കി വന്നു. ഈ ലോകം മുഴുവൻ്റെ വരുതിയിലാകുമെന്ന് നെപ്പോളിയൻ വിചാരിച്ചു. പക്ഷേ നെപ്പോളിയനെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ട്രഫാൾഗർ ദ്വീപിലേക്ക് നാട് കടത്തി. തോറ്റുപോയി, യുദ്ധത്തിൽ തോറ്റു. ട്രഫാൾഗർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. എൽബ ദ്വീപിലേക്ക് നാട് കടത്തി. എൽബ. നെപ്പോളിയൻ അവിടെ ഇരുന്നോട് കരഞ്ഞു, ഏബിൾ വാസായി ഏറൈസോ എൽബ. എൽബ കാണുന്നവരെ ഞാൻ ശക്തനായിരുന്നു, എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയി എന്ന്. പക്ഷേ നെപ്പോളിയന് ഒരിക്കലും എഴുത്ത് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോസഫൈൻ എഴുത്താണ്. ജോസഫൈൻ എഴുതി, ഞാൻ മരിക്കേണ്ടി വന്നാലും അങ്ങ് എടുത്തു എന്നങ്ങ് ശുശ്രൂഷിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ചെറിയ അനുമതി കിട്ടിയാൽ മതി, ഞാൻ വരും. ആ എഴുത്ത് നെപ്പോളിയൻ ആവേശം കൊള്ളിച്ചു. എന്നെ ഇപ്പോഴും സ്നേഹിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. നെപ്പോളിയൻ നീന്തി, പെരുങ്കടൽ നീന്തി, മഹാസമുദ്രം നീന്തി. 18 മൈലാണ് നീന്തിയത്. 18 മൈല് തിരികെ ഫ്രാൻസിലെത്തി. വീണ്ടും പ്രതാപം തിരികെ പ്രാപിച്ചു, വീണ്ടും ശക്തനായി തീർന്നു. അങ്ങനെയാണ് ഇംഗ്ലണ്ട് കീഴടക്കാൻ ഒരുങ്ങിയത്. ഇംഗ്ലണ്ട് കീഴടക്കാൻ ഒരുങ്ങിയ ദിവസം രാവിലെ നെപ്പോളിയൻ തൻ്റെ സർവ്വസന്യാസിനെ വിളിച്ചു പറഞ്ഞു, ഈ നെപ്പോളിയൻ ഒരു കാര്യം വിചാരിക്കുന്നു, അത് നിർവഹിക്കുന്നു. പ്രഭു അങ്ങ് എന്താണ് പറഞ്ഞത്? ഇന്ന് വൈകുന്നേരം നമ്മുടെ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ കൊടി
ലണ്ടൻ നഗരത്തിന് മുകളിൽ പാറി പറക്കും. നാം ലണ്ടൻ പിടിച്ചെടുക്കും. സർവ്വസൈന്യാധിപൻ പറഞ്ഞു, നെപ്പോളിയൻ ഒന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് പ്രവർത്തിക്കുന്നു. ഉടനെ വീണ്ടും നെപ്പോളിയൻ വീണ്ടും പറഞ്ഞു, നെപ്പോളിയൻ എന്ന് വിചാരിക്കുന്നു, നെപ്പോളിയൻ അത് പ്രവർത്തിക്കും. വലിയൊരു അഹങ്കാരമായിരുന്നു. പക്ഷേ അന്ന് ഫ്രഞ്ച് സൈന്യം, നെപ്പോളിയൻ്റെ സൈന്യം യുദ്ധത്തിന് തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇഞ്ച് നീങ്ങാൻ പറ്റിയില്ല. ഭയങ്കരമായ പെരുമഴ. ഈ പെരുമഴയത്ത് അങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. സൈന്യം അനങ്ങാതെ നിൽക്കേണ്ടി വന്നുപോയി. ആ തക്കത്തിന് വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ സൈന്യം വന്ന് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ നെപ്പോളിയൻ ബന്ധസ്ഥനായി. നെപ്പോളിയനെ സെൻറ്റ് ഹെലീന ദ്വീപിലേക്ക് നാട് കടത്തി. ആ ദ്വീപിൽ ഏകാഗിയായിരിക്കുകയാണ്. അവർ ആർസനിക് എന്ന് പറയുന്ന വിഷം നെപ്പോളിയൻ്റെ മേൽ കുത്തിവെച്ചു. ആർസനിക് നെപ്പോളിയൻ്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ശരീരം വീർത്തു വരുന്നു, ബലം ക്ഷയിച്ചു. ഏതോ ഒരു വിഷമാണത്. ഈ ആർസനിക് കുത്തിവെച്ചതിന് ശേഷം നെപ്പോളിയന് ശരീരത്തിൻ്റെ ബലം കുറഞ്ഞു വന്നു, ബുദ്ധി വന്നിച്ചു വന്നു. കേൾക്കൂ, നെപ്പോളിയൻ ഒരു ദിവസം വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. ജൂലിയസ് സീസർ സാമ്രാജ്യം സ്ഥാപിച്ചു. മുസോളിനി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. ഞാൻ സ്ഥാപിച്ച ഫ്രഞ്ച് സാമ്രാജ്യം ലോകത്തെ കീഴടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു. സീസറിൻ്റെ റോമൻ സാമ്രാജ്യം തകർന്നു. അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം തകർന്നു. എൻ്റെ സാമ്രാജ്യം ഇതാ തകർന്നു. എന്നാൽ ഗലീലക്കാരനായ യേശുവേ, അങ്ങയുടെ സാമ്രാജ്യം തകർന്നില്ല, എന്ന് ജയിച്ചു നിൽക്കുന്നു. ഓ ഗലീലിയൻ, ദൗ ഹാസ്റ്റ് വൺ. അല്ലയോ ഗലീലക്കാരാ, നീയല്ലേ ജയിച്ചത്? നീയാണ് ജയിച്ചത്. അരക്കാശിന് മുതലില്ലാത്ത, തലയായി പരടമില്ലാത്ത എൻ്റെ യേശു ജയിച്ചു. ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഇന്നും അജയ്യമായി നിലകൊള്ളുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ആ സാമ്രാജ്യത്തിലായോ? ആ സാമ്രാജ്യത്തിൽ നിങ്ങൾ അംഗങ്ങളായോ? യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. സ്തോത്രം. അവിടെ ബന്ധനങ്ങൾ അഴിയും, അവിടെ ശാപങ്ങൾ മാറും, അവിടെ പാവങ്ങൾ മാറും, അവിടെ വിഷമതകൾ മാറും, അവിടെ വരണ്ടുപോയ ജീവിതങ്ങൾ പുഷ്ടി പ്രാപിക്കും, പുഷ്ടിയുള്ളതായിത്തീരും. വരണ്ടുപോയ ജീവിതങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് ശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കാം. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? എത്രത്തോളം നിങ്ങളെ പൊറുക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അല്പം ഹൃദയത്തിൽ ചലിപ്പിക്കുന്ന വാക്കാണത്. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് എന്തെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാനുണ്ടോ? ഏതെങ്കിലും പ്രശ്നം യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുണ്ടോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. പ്രശ്നത്തെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവീൻ, പരിഹാരം തരാം. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. മോളെ, നിൻ്റെ പ്രയാസം എന്താണ്? എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. കുഞ്ഞെ, നീ മനസ്സ് വിഷമിക്കുന്ന ഏത് കാര്യത്തിലാണ്? നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. മോനെ, നീ ഏത് കാര്യത്തിലാണ് വലയുന്നത്? നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത യൂദായുടെ സിംഹമായ കർത്താവായ യേശുവിൻ്റെ അരികിലേക്ക് അവനെ കൊണ്ടുവരുവീൻ. നിൻ്റെ പ്രശ്നം എത്ര രൂക്ഷമായാലും യേശുവിന് മുമ്പിലേക്ക് അവനെ കൊണ്ടുവരുവീൻ. എത്ര കൊടിയ പ്രശ്നമാണെങ്കിലും യേശുവിന് മുമ്പിലേക്ക് അവനെ കൊണ്ടുവരുവീൻ. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവത്തിന് സ്തോത്രം. ആ മോനെ പിടിച്ചുകൊണ്ടപ്പം വരികയാണ്. മോനെ പിടിച്ചുകൊണ്ട് യേശുവിന് മുമ്പിലേക്ക് വന്നു. അടുത്ത വാക്യം. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു, താഴെ വീണു. ആ ബാല്യക്കാരൻ താഴെ വീണു. യേശുവിനെ കണ്ടപ്പോൾ, സൃഷ്ടാവിനെ കണ്ടപ്പോൾ അവൻ്റെ അകത്തുള്ള ദുരാത്മാവ് അവനെ വീഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ദുരാത്മാവ് പിടിച്ച ആ ബാലകൻ താഴെ വീണു, ഇഴച്ചു. നിലത്തുകെട്ട് ഇഴയുന്നു. പാമ്പഴയുന്നത് പോലെ പാവം കുട്ടി ഇഴച്ചു. അവൻ നുരച്ചു. മാത്രമല്ല,
അവൻ ഉരുണ്ടു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. യേശുവിനെ കണ്ട ഉടനെ ദുരാത്മാവ് ആ ബാലകനെ ഇഴച്ചു. അവൻ നിലത്ത് വീണു. നുരച്ചു ഉരുണ്ടു. പാവം ആ കുട്ടി നുരച്ചിങ്ങനെ ഉരുളുകയാണ്. വായി നുരയും പതയും വീണിങ്ങനെ ഉരുളുകയാണ്. കാരണം നിത്യനായ ക്രിസ്തുവിന് മുമ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ക്രിസ്തുവാണ് മുമ്പിൽ നിൽക്കുന്നത്. ദുരാത്മാവിനോട് നിൽക്കാൻ സാധ്യമല്ല. ദുരാത്മാവനെ പാമ്പഴയുന്നത് പോലെ ഇഴയുന്നു. മാത്രമല്ല, അവൻ വായിൽ നുരയും പതയും വരുന്നു. അവൻ ഉരുളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്ര ദയനീയമായ രംഗമാണ്. യേശു ഇതെല്ലാം അക്ഷോഭ്യനായി കണ്ടുകൊണ്ട് നിൽക്കുന്നു. യേശുവിൻ്റെ ഉള്ളലിയുന്നുണ്ട്. പാവപ്പെട്ട സൃഷ്ടിയെ പിശാചിങ്ങനെ ജനിക്കുന്നത് കണ്ടിട്ട് കർത്താവിൻ്റെ ഉള്ളലിയുന്നുണ്ട്. പാവപ്പെട്ട സൃഷ്ടിയെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ആരെങ്കിലും ഉള്ളലിയാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ സാത്താൻ പിടിച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഉള്ളലിയാറുണ്ടോ? നിങ്ങൾ ആർദ്രതയോടെ കരയാറുണ്ടോ? നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതിന് വരെ ഉഴപ്പിക്കളയുമ്പോൾ നിങ്ങളിടുന്ന് വേദനിക്കാറുണ്ടോ? അവർ പഠിക്കേണ്ട സമയത്ത് അവർ പ്രേമലേഖനം എഴുതുകയോ അല്ല ഇൻ്റർനെറ്റിൽ കടന്ന് ചീത്ത പടങ്ങൾ കാണുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാറുണ്ടോ? അവർ മദ്യത്തിൻ്റെ അടിമകളായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അടുത്ത മന്ത്രിയാകാനായിട്ട് അവർ ഒഴി നടക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ വേദന വരാറുണ്ടോ? പാവങ്ങൾ അടുത്ത മന്ത്രിയാകുമെന്ന പ്രതീക്ഷ. പാവങ്ങൾ അടുത്ത മന്ത്രിയാകുമെന്ന് വിചാരിച്ചാൽ ഈ ബസ് കത്തിക്കാനൊക്കെ പോകുന്നത്. മന്ത്രിയാകാനാണ് ആദ്യത്തെ ശ്രമം. മന്ത്രിയാകണം. അത് കുറഞ്ഞൊന്നും ആയാൽ പറ്റില്ല. അതിനാണ് ഈ രാഷ്ട്രീയം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ കുറേയേറെ രാഷ്ട്രീയം കണ്ടതല്ലേ. കുട്ടികളുടെ രാഷ്ട്രീയം കണ്ട് മനം മടുത്തതല്ലേ. കുട്ടികളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ എല്ലാം പിന്നിൽ ഒരാളാകുക എന്നുള്ളതാണ്. ആളാകുക. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ മുമ്പിൽ ആളാകുക, ഷൈൻ ചെയ്യുക. ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ അതാണ്. എന്തിന്? ആത്മീയ കൂട്ടായ്മകളുടെ പിന്നിലും അതുണ്ട്. ഷൈൻ ചെയ്യുക. ആൺകുട്ടികൾ കോളേജിൽ മറ്റും നടക്കുന്നതായി ആത്മീയ പ്രസ്ഥാനങ്ങളിൽ അതിൽ പ്രവർത്തിക്കുന്നതിൽ കൂടെ ഒരുപക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളായിരിക്കാം, യുവജന പ്രസ്ഥാനങ്ങളായിരിക്കാം. അതിൽ കൂടെ എല്ലാം പ്രവർത്തിക്കുന്നതിൽ കൂടെ അശുദ്ധിയുടെ വ്യാപാരമാണ് നടക്കുന്നത്. അശുദ്ധിയുടെ കൈമാറ്റമാണ് നടക്കുന്നത്. പലരും ഇതൊന്നും ഗവനിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്കവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എടാ മോനെ, നീ ഈ ആത്മീയം പറഞ്ഞ് നടക്കുന്ന ഈ കൂട്ടായ്മ നടത്തുന്നത് എന്തിനാണ്? ഈ കോളേജിൽ ഇങ്ങനെ ഈ വലിയ പ്രാർത്ഥനാ യോഗം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പെൺകുട്ടികളുടെ മുമ്പിൽ വിലസാനല്ലേ ഈ കാണിച്ചു നടക്കുന്നത്. അവൻ തല താഴ്ത്തി. പിന്നെ അവിടെ അതിൽ നിന്നില്ല. അവൻ വേഗം പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, അനേകരെ ഇങ്ങനെ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവിയാകുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സ് ഉരുകാറുണ്ടോ? നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ടോ? കർത്താവ് നോക്കി പാവം ബാലകൻ, അവനിതാ വായ നുരയും പതയും വന്ന് വീണ് ഇഴഞ്ഞ് അവൻ ഉരുളുന്നു. കുറേ നേരം വീണു, കുറേ നേരം ഇഴഞ്ഞു, വീണതിന് ശേഷം കുറേ നേരം ഇഴഞ്ഞു, പിന്നീട് ഉരുളുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഉള്ളലിഞ്ഞു. ഇന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ കാര്യം പറയാം. നിങ്ങൾ അനേകരെ കണ്ട് കർത്താവിൻ്റെ ഉള്ളലിയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എൻ്റെ കാര്യം കർത്താവിന് അറിഞ്ഞുകൂടാ എന്ന്. മോനെ, നീ വീണ് കിടക്കുന്ന പടുകുഴി കർത്താവിനറിയാം. മോനെ, നീ ആയിരിക്കുന്ന ബന്ധനം കർത്താവിനറിയാം. നിന്നെ പിശാച് കെട്ടിയിരിക്കുന്നത് എവിടെയാണെന്ന് കർത്താവിനറിയാം. ചിലപ്പോൾ കഞ്ചാവിലായിരിക്കാം, ചിലപ്പോൾ പുകവലിയിലായിരിക്കാം, ചിലപ്പോൾ പൊടിവലിയിലായിരിക്കാം, ചിലപ്പോൾ മദ്യത്തിലായിരിക്കാം, ചിലപ്പോൾ വഴക്കിലായിരിക്കാം, ചിലപ്പോൾ ഭാര്യയുമായുള്ള കലഹത്തിലായിരിക്കാം, ചിലപ്പോൾ ഭർത്താവുമായിട്ടുള്ള പിണക്കത്തിലായിരിക്കാം, ചിലപ്പോൾ ബന്ധുക്കൾ തമ്മിലുള്ളതായ വഴക്കിലായിരിക്കാം. ബന്ധുക്കൾ തമ്മിൽ വഴക്ക്. മോൻ്റെ ഭാര്യയുടെ അപ്പനോടും അമ്മയോടും ഈ മോൻ്റെ അപ്പന് ഇഷ്ടമില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, നിസ്സാര കാര്യങ്ങൾ, ഏതോ ചില വാശിയോ ചില പരിഭവങ്ങളൊക്കെ ആയിരിക്കാം. ആകെ കുടുംബാന്തരീക്ഷം കലങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കൂ. ഇന്ന് അനേകർ ഇതുപോലെ പിശാചിൻ്റെ കയ്യിലെ കളിപ്പാവുകളായി തീർന്നിരിക്കുന്നു. സാത്താനായിട്ട് പന്താടുന്നു. എന്നും കലഹം, ഒരിക്കലും സ്വൈര്യമില്ല. ചില വീടുകളിൽ മിണ്ടാട്ടമില്ല, വർത്തമാനം പറയില്ല. ഒന്ന് ഉള്ളു തുറന്ന് മിണ്ടിയാലോ കുറേ മാറിയനെ. ഉള്ളു തുറന്ന് മിണ്ടില്ല. എന്തുണ്ടെങ്കിലും അകത്ത് വെച്ചുകൊണ്ടിരിക്കും, മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കും, മിണ്ടില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് മിണ്ടാട്ടമില്ലാതിരുന്നിട്ട് ആരെങ്കിലും ഒരാൾ അവസാനം മിണ്ടി തുടങ്ങും. അപ്പോൾ അങ്ങനെ പ്രശ്നം മാറും. പക്ഷേ പ്രശ്നം മാറുന്നില്ല, അകത്ത് പ്രശ്നം പിന്നെയും ഉണ്ട്. വേറൊരു കാര്യം വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൂടിയ പ്രശ്നം. ഇഷ്ടക്കുറവും മുഷിച്ചിലും അനേകം കുടുംബങ്ങളിൽ, പരിഭവവും പരാതിയും അനേകരുടെ ഹൃദയങ്ങളിൽ. സഹോദരങ്ങളെ, എന്നാൽ ഇതെല്ലാം കണ്ട്
യേശു വേദനയോടെ നോക്കി നിൽക്കുന്നു. കർത്താവിൻ്റെ ഉള്ളലിയുന്നു. ആ പാവപ്പെട്ട ബാലകൻ അവനെ സ്വയം രക്ഷിക്കാൻ സാധിക്കാതെ അവൻ കിടന്ന് നുരച്ച് ഉരുളെന്ന് കണ്ടിട്ട് കർത്താവ് സഹതാപത്തോടെ നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് യേശു നമ്മെ സഹതാപത്തോടെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ഞാൻ മനസ്സൂക്ഷിച്ചിരുന്ന സമയങ്ങളിൽ എത്രയോ പ്രാവശ്യം കർത്താവിനെ സഹതാപത്തോടെ നോക്കിയിട്ടുണ്ട്. ഞാൻ വേദനിച്ച് വിഷമിച്ച സമയങ്ങളിൽ എത്രയോ അവസരങ്ങളിൽ കർത്താവ് എന്നെ സഹതാപത്തോടെ നോക്കിയിട്ടുണ്ട്. ഞാൻ വലഞ്ഞു പോയ ചില അവസരങ്ങളിൽ മുന്നോട്ടൊരു വഴി കാണാതെ ഞാൻ വിഷമിച്ചു പോയ സമയങ്ങളിൽ എൻ്റെ യേശു സഹതാപത്തോടെ നോക്കിയിട്ടുണ്ട്, മനസ്സിലോടെ നോക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ആർദ്രത കാണുമ്പോൾ ഞാൻ പൊട്ടി തകർന്നിട്ടുണ്ട്. എന്നോടുള്ളതായ സ്നേഹം കാണുമ്പോൾ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതം എത്രയോ നിരാശകരമായ സ്ഥിതിയിലാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ ഞാൻ തളർന്ന് ഞാൻ വീണു പോയിട്ടുണ്ട്. കർത്താവേ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉള്ളു തുറന്ന് ഞാൻ കർത്താവിനോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവിന് വലിയ നാവ് മഹത്വപ്പെടട്ടെ. എൻ്റെ വേദനകളെല്ലാം എണ്ണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രശ്നങ്ങളും ദുഃഖവിഷയങ്ങളും എല്ലാം എൻ്റെ യേശുവിനോട് ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കുന്നതും ആളുകൾ അപവാദം പറയുന്നതും എല്ലാം ഞാൻ കേട്ടിട്ട് മനസ്സ് മടുത്ത് ഞാൻ കർത്താവോട് പറയാറുണ്ട്, കർത്താവേ എത്രത്തോളം യേശുവേ എത്രത്തോളം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയും, മോനെ അത് നിൻ്റെ നേരെയല്ല, ആ അപവാദങ്ങളിൽ എൻ്റെ നേരെയാണ്, നീ പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അതിന് തക്ക സമയത്ത് മറുപടി കൊടുത്തുകൊള്ളാം. കർത്താവിന് സ്തോത്രം. എങ്ങനെയാണ് മറുപടി എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വേദനിച്ച് പൊളഞ്ഞ സമയങ്ങളുണ്ട്, മനസ്സ് ഉഷ്ണിച്ച സമയങ്ങളുണ്ട്, ഹൃദയം നിരാശപ്പെട്ട് താണുപോയ സമയങ്ങളുണ്ട്. നിരാശ പാവമാണെന്നറിയാം, പക്ഷേ നിരാശ മാറുന്നില്ല. വലഞ്ഞു പോയ സമയങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെല്ലാം താങ്ങി തന്ന ആ മൃദുലമോഹനമായ കരങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. ആണിപ്പാടുടെ കരങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇന്നും ആ കരങ്ങൾ എന്നെ തൊട്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. ഇന്നും ആ കരങ്ങൾ എന്നെ പിടിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ വലം കൈക്ക് മുറുകെ പിടിച്ചിരിക്കുന്ന ആ കരങ്ങൾ, ആണിപ്പാടുള്ള കരങ്ങൾ. സ്നേഹിത, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കരത്തിൽ പിടിക്കാൻ ആ കരം നീട്ടിയിട്ടുണ്ട്. നിൻ്റെ കരത്തിൽ പിടിക്കാൻ ഇന്ന് മോളെ, നിൻ്റെ കരത്തിൽ പിടിക്കാൻ യേശുവിൻ്റെ കരം നീട്ടിയിട്ടുണ്ട്. നീ താണു കിടക്കുന്ന കുഴിയിൽ നിന്നെ കരയേറ്റാൻ യേശുവിന് ആഗ്രഹമുണ്ട്. യേശുവിന് മനസ്സുണ്ട്. നീ ഒന്ന് വിളിച്ചാൽ മതി, നീ ഒന്ന് വിളിച്ച് അപേക്ഷിച്ചാൽ മതി. എൻ്റെ കർത്താവേ, എൻ്റെ മകന് ഇതാ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ചെല്ലണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം അടുത്ത വാക്യം. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് അവരെ ദുരാത്മാവ് എൻ്റെ മോനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. സ്തോത്രം. ചിലപ്പോൾ തീയിലേക്ക് തള്ളിയിടും, ചിലപ്പോൾ വെള്ളത്തിലേക്ക് തള്ളിയിടും. അവിടെ കിടന്ന് ഉരുളും, അവിടെ കിടന്ന് ഉരയ്ക്കും. ചാടിയെടുത്തില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കും. എൻ്റെ കർത്താവേ, നിനക്ക് കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് എൻ്റെ മകനെ രക്ഷിക്കണമേ. കർത്താവ് വശത്താത്മാവിനെ ശാസിച്ചു. രോഗം മാറി. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രസന്നവതനായി എഴുന്നേറ്റ് നിന്നു. ബാലകൻ പ്രസന്നവതനായി എഴുന്നേറ്റ് നിന്നു. അവൻ്റെ ബാധ മാറി. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ബാധ മാറി എഴുന്നേൽക്കണമോ? നിങ്ങൾ പ്രശ്നം മാറി എഴുന്നേൽക്കണമോ? കുടുംബത്തെ വലയിച്ചിരിക്കുന്ന പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടണമോ? നിങ്ങളുടെ കുടുംബത്തെ വലയിച്ചിരിക്കുന്ന പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടണമോ? നിങ്ങളുടെ മക്കളെ പിടിച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെടണമോ? മക്കളെ രക്ഷപ്പെടുത്തണമോ? ഒരേ ഒരു പോംവഴി. രക്ഷകനിതാ വന്ന് നിൽക്കുന്നു. സഹായിപ്പാൻ അവന് കഴിയും. സ്തോത്രം. അവന് കഴിയും. അവൻ മനസ്സലിയുന്നു. സത്യം. യേശുവിന് കഴിയും. യേശു മനസ്സലിയുന്നു. നിൻ്റെ പ്രശ്നം അത് പരിഹരിക്കാൻ യേശുവിന് കഴിയും. യേശു മനസ്സലിയുന്നു. മനസ്സലിഞ്ഞ് യേശു പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാത്രം, നിൻ്റെ ഹൃദയം മുഴുവൻ നീ തുറക്കുക. നിൻ്റെ ആശ മുഴുവൻ നീ ഏറ്റുപറയുക. ആശ മുഴുവൻ അവൻ്റെ സന്നിധിയിലേക്ക് പകർന്നു കൊടുക്കുക. കർത്താവേ, എന്നെ നീ രക്ഷിക്കണമേ, എന്നോട് മനസ്സലിയണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ നിങ്ങൾ? ബാധയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പൈശാചിക ബാധ ഏറിയും കുറഞ്ഞും എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമോ?
പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് വൈരാഗ്യം മാറാത്തത്. പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് ദുശ്ശീലങ്ങൾ മാറാത്തത്. പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് വെറുക്കൂത്തുകൾ മാറാത്തത്. പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ദ്രവ്യാഗ്രഹം മാറാത്തത്. പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ധനം സമ്പാദിക്കുന്നതിനുള്ളതായ വ്യഗ്രത മാറാത്തത്. ദൈവത്തിന് സ്തോത്രം. പൈശാചിക ബാധ ഉള്ളതുകൊണ്ടാണ് അസത്യം വരുന്നത്. എല്ലാം കണ്ടുപിടിക്കൂ, നിങ്ങൾ ഉപേക്ഷിക്കൂ, പാവത്തെ ഉപേക്ഷിക്കൂ, ഒരു പുതിയ ജീവിതം തുടങ്ങൂ. ഹാലലൂയ, ഹാലലൂയ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് യേശുവിനോട് പറയൂ, യേശുവേ, ഞാനിതാ നിൻ്റെ പാദത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. ഈ പാവിയായ എൻ്റെ മേൽ നിന്ന് തൃക്കരം വയ്ക്കണമേ. ഈ നിസ്സാരനായ എൻ്റെ മേൽ നിന്ന് തൃക്കരം വയ്ക്കണമേ. കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവേ, എൻ്റെ കയ്യിലുള്ള പാപത്തിൻ്റെ കൂമ്പാരം മാത്രം, എൻ്റെ കയ്യിലുള്ളത് ശാപത്തിൻ്റെ കൂമ്പാരം മാത്രം, എൻ്റെ കയ്യിലുള്ളത് പൂർവികമായ ശാപത്തിൻ്റെ കൂമ്പാരം മാത്രം. എല്ലാമായി ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നെ നീയും തൊടണമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശു തൊടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യേശുവിൻ്റെ കാര്യം നിങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശത്രുവായി പൈശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുതൽ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാസ്തവമായി യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഇരുകര ഉയർത്തുകയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അടിയങ്ങളോട് മനസ്സറിയണമേ. കർത്താവേ, അവിടുന്ന് ഈ ഉയർത്തിയ കരങ്ങളെ കാണുന്നുവല്ലോ. ഈ കരങ്ങളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. ദുരാത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ശാപദോഷങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. പാപം മാറ്റണമേ കർത്താവേ. ദുഷ്ടപിശാച അവകാശം പറയുന്ന എല്ലാവരും നീ മക്കളെ മോചിപ്പിക്കണമേ കർത്താവേ. എല്ലാവരെയും വിടുവിക്കണമേ. എല്ലാവരും സാക്ഷികളായി തീരേണ്ടയാക്കണമേ. എല്ലാവരും യേശുവിന് സാക്ഷികളായി എഴുന്നേൽപ്പേണ്ടയാക്കണമേ. എല്ലാവരും സത്യവിശ്വാസികളായി എഴുന്നേൽക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.